പടം കുഴപ്പമില്ല. രാവിലെ തൊട്ട് ഒരുപാട് നെഗറ്റീവും തെറിവിളിയൊക്കെ ഉണ്ട്. നിങ്ങള് പറയൂ, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ തെറി വിളിക്കുന്നത്? അത് തെറി വിളിക്കേണ്ടതായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫാൻസാണ് വന്ന് തെറി വിളിച്ചിട്ട് പോയത്. അവർക്ക് ഇഷ്ടപ്പെട്ട തീമിലാണെങ്കിൽ പിന്നെ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പടം ഡയറക്ട് ചെയ്ത് അങ്ങ് ഇറങ്ങിക്കൂടെ? ഒരാളുടെ ഇഷ്ടം നോക്കി നമുക്ക് ആർക്കും പടം ചെയ്യാൻ പറ്റില്ലല്ലോ. കിടിലം പടം, കിടിലം. യവന്മാരൊക്കെ ഡെഡ് പൂളും കാണാതെ ഓരോ കുണച്ചോണ്ട് ഇറങ്ങണം. ഒരു തേങ്ങ അറിഞ്ഞില്ല. നല്ല സിനിമ, അടിപൊളി സിനിമ. ഹൈപ്പിനുള്ളതാന്ന് വെച്ചാൽ ക്ലൈമാക്സ് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ബാക്കി അടിപൊളി സിനിമ. സെക്കൻഡ് പാർട്ട് നല്ലതായിരിക്കും. പിന്നെ വെയിറ്റ് ചെയ്യാണ്. യവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ അറിഞ്ഞുകൂടാ. ഈ മറ്റേ പഴയ ഇതിൽ കിടക്കണേ ഉള്ളൂ. ഗോട്ടി അണിട്ട് ഇതാണ് പറഞ്ഞത്. ഗോട്ടിനെ കാട്ടി എന്തുകൊണ്ട് പിന്നല്ലാതെ. സൂര്യ ഫാനാണ് ബ്രോ, അതാണ് വിഷമമുണ്ട്. നല്ല സിനിമ. അത്രയില്ല എങ്കിലും കണ്ടോണ്ടിരിക്കാം. ഉണ്ടായി മതി, കുഴപ്പമില്ല. പീരിയോഡിക്ക് മാത്രം മതിയായിരുന്നു. മോശമൊന്നുമല്ല ഭായ്, അത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ ഭായ്. 225 രൂപ പടം ഒരു വായിക്ക് കൊള്ളത്തില്ല. എന്തിനാണ് എന്തോ ബോബി ഡിയോളിനെയൊക്കെ കൊണ്ടുവന്നത്. ആക്ടിങ് ഒക്കെ ഓക്കെയാണ്, ബട്ട് ഇംഗ്ലീഷ് സിനിമയിലെ കുറച്ച് കൺസെപ്റ്റ് കൊണ്ടുവരാൻ നോക്കി മൊത്തം പാളിപ്പോയി. ഡയറക്ഷൻ ഫുള്ള് ബ്ലോക്കായിരുന്നു. ഗ്രാഫിക്സ് കുഴപ്പമില്ലായിരുന്നു, ബട്ട് അവിടെ ഒരു വായിക്ക് കൊള്ളത്തില്ല. കുറെ പേര് കിടന്ന് ഉറങ്ങി. പടം അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ചത്ര, നമ്മളെ വിചാരിച്ചത്ര ഹൈപ്പിലുള്ള ഒരു പടമല്ല. ഞാൻ ആക്ച്വലി ഒരു സൂര്യ ഫാനാണ്. പക്ഷെ എനിക്ക് തന്നെ ആകെപ്പടം ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഇത്ര വർഷത്തെ ബ്രേക്കിനിടയ്ക്കല്ലേ ഒരു സിനിമ വരുന്നേ. അപ്പോഴേ നമ്മൾ ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്തു. പക്ഷെ നമുക്ക് അത്രത്തോളം ഒരു ഇത് കിട്ടിയില്ല. സൂര്യയുടെ വർക്ക് നോക്കുമ്പോൾ എല്ലാ സിനിമയിലും പൊതുവെ പുള്ളിക്കാരൻ അങ്ങനെയാണ്. 7/6 എല്ലാം പുള്ളിക്കാരൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണ്. എന്നിട്ട് പോലും ആ സിനിമ അത്ര ക്ലിക്കാവാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിലെ തിരക്കഥ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിലും സെയിം അവസ്ഥ തന്നെയാണ്. ഡയറക്ഷൻ മോശം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും തിരക്കഥ അതിലൊരു ബേസിക് നട്ടല്ലെന്ന് പറയുന്ന തിരക്കഥയാണല്ലോ ഒരു സിനിമയില്. പക്ഷെ നമുക്ക് അത് അത്രത്തോളം ഒരു ആപ്റ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഒക്കെ വെറുതെ കൊണ്ട് വെച്ചിരിക്കുന്ന എന്നുള്ള രീതിയിലേ ഉള്ളു. ചുമ്മാ ആൾക്കാർ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ സെക്കൻഡ് കൂടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് കൂടെ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ്. ഇഷ്ടപ്പെട്ടില്ല. വലിയ ഗുണമില്ല ആശാന്. അത് എടുത്ത ആളോട് തന്നെ ചോദിക്കണം ഇത് എന്താണ് കഥ എന്ന്. ഒരു പിടി കിട്ടുന്നില്ല. 350 കോടി 200 കോടി കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഒന്നും മനസ്സിലാവും, നമുക്ക് അതിനെ പിടി കിട്ടുന്നില്ല. എന്താണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. സ്റ്റോറിയാണ് മനസ്സിലാത്തത്, എന്താണെന്നുള്ളത് മനസ്സിലാക്കും. ഇത്രയും മോശം സ്ക്രീൻ പ്ലേ എല്ലാം വളരെ മോശമാണ്. സ്റ്റോറി നമുക്ക് പിടി കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നാണ്. സ്റ്റോറി നമുക്ക് ആർക്കും പിടി കിട്ടുന്നില്ല. അതെങ്ങനെയായിരിക്കും ഫസ്റ്റ് പാർട്ടിന്റെ ഇത് വെച്ചിട്ട് പറയുമ്പോ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സൂര്യയുടെ ആക്ടിങ് നല്ലതായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ ഇതിന്റെ വല്ല കഥ പറയുമെന്ന് അറിയത്തില്ല.